रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। നിൽക്കൂ. ആരാണ് നിങ്ങൾ? ഭിക്ഷാന്തേയ നിങ്ങൾ ഇങ്ങോട്ട് കടത്തിവിട്ടത് ആരാണ്? ആരും കടത്തിവിട്ടതല്ല, നാം തനിയെ കയറിയതാണ്. ഓഹോ, തോന്നുമ്പോ കയറാനും ഇറങ്ങാനും. ഇത് വഴിയമ്പലമല്ല, രാജകൊട്ടാരമാണ്. മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടേ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്? മഹാരാജാവിനോട്, അല്ലെങ്കിൽ നമ്മോട്. ശരി, എങ്കിലിപ്പോൾ അനുവാദം ചോദിക്കുന്നു. നമ്മെ അകത്തേക്ക് കടത്തിവിടൂ. നാം മഹാരാജാവിനെ ഒന്ന് മുഖം കാണിക്കട്ടെ. സാധ്യമല്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. കൈലാസത്തിൽ നിന്ന് വരികയാണ് നാം. കൈലാസം? കൊട്ടാരത്തിൽ പ്രവേശിക്കാനും മഹാരാജാവിനെ കാണാനും അങ്ങ് അനുവദിക്കണം. ഈ മുഖശ്രീയും ആ ഗാംഭീര്യവും കണ്ടാൽ അറിയാം, മനസ്സലിവുള്ള ഒരു നല്ല മനുഷ്യനാണ് അങ്ങെന്ന്. ഈ ദേശസഞ്ചാരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരാളെ നാം കണ്ടിട്ടേയില്ല. മഹാനായ പുരുഷസിംഹമേ, എന്നെ പോകാൻ അനുവദിച്ചാലും. അയ്യോ, അരുത്, പോകരുത്. മഹാരാജാവ് ദുഃഖിതനാണ്. ഇപ്പൊ മുഖം കാണിക്കാൻ പറ്റിയ സമയമല്ല. ഈ മുഖവും കൊണ്ട് ഇപ്പൊ മുഖം കാണിക്കാൻ ചെന്നാൽ എന്റെ മുഖം ഇനി ഇവിടെ കാണില്ല, തറയെ കിടന്ന് ഉരുളും. പോയിട്ട് മറ്റൊരു ദിവസം വരും. പോവൂ. മഹാരാജാവ് ദുഃഖിതനാകാൻ കാരണമെന്താണ്? മണികണ്ഠകുമാരന് സുഖമില്ല. അസുഖം മാറ്റാൻ നാം ഒന്ന് ശ്രമിച്ചു നോക്കാം. ദേശസഞ്ചാരത്തിനിടയിൽ കുറച്ചൊക്കെ വൈദ്യവും നാം പഠിച്ചിട്ടുണ്ട്. കൊട്ടാര വൈദ്യൻ നോക്കിയിട്ട് ഫലിക്കാത്ത എന്തു മരുന്നാണ് ഊരുദണ്ഡി നടക്കുന്ന നിങ്ങൾക്ക് നൽകാൻ കഴിയുക? ഒന്നും വേണ്ട. വെറുതെ രാജകോപം ഏറ്റുവാങ്ങാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. പോകൂ. ഇല്ല, നമുക്ക് രാജാവിനെ കാണണം. സാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ? പോകൂ. കണ്ടേ നാം മടങ്ങൂ. എത്ര തവണ? എന്താ ഫൽഗുന, ആരാ ഇദ്ദേഹം? കൈലാസത്തിൽ നിന്ന് വന്നതാണെന്നാ നുണ പറഞ്ഞത്. അങ്ങേ കാണണമത്രേ. പ്രണാമം. എന്താണ് നാം അങ്ങേക്കായി നൽകേണ്ടത്? കുമാരന് സുഖമല്ല ഇദ്ദേഹം പറഞ്ഞു. അടിയന് അല്പ വൈദ്യമൊക്കെ അറിയാം. അസുഖം എന്താണെന്ന് നോക്കാൻ അനുവദിച്ചാൽ അടിയനൊന്ന് ശ്രമിച്ചു നോക്കാം. വരൂ. തമ്പുരാനെ, അറിയാത്തൊരാളെ അന്തപുരത്തിൽ കയറ്റുന്നത് ഉചിതമാണോ? അതും വൈദ്യം ചെയ്യാൻ. ഔഷധം മാറിയാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതേ രാജൻ. കൊട്ടാരം വൈദ്യർ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ചിലപ്പോൾ സാക്ഷാൽ മഹാദേവൻ തന്നെ കൈലാസത്തിൽ നിന്ന് അയച്ചതാണെങ്കിലോ? ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. വരൂ.
അയാളെ ആരകത്തേക്ക് കടത്തി വിട്ടത്? ആരും അകത്തേക്ക് കടത്തി വിട്ടതല്ല, അയാൾ തനിയെ വന്നതാണ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സാരമില്ല. ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിഷമ. ഒരു തണ്ടിക്കും മണികണ്ഠനെ രക്ഷിക്കാനാവില്ല. വരൂ, അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സ്വാമി, ഇതാ നമ്മുടെ കുമാരൻ. നമ്മുടെ കുമാരന് എന്താണ് സംഭവിച്ചത് സ്വാമി? ഒന്നുമില്ല മഹാരാജൻ. ഇതൊരു ചെറിയ മോഹാത്സ്യം മാത്രമാണ്. ഉടനെ സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇതാണോ മോഹാലസ്യം? ഞാൻ പറഞ്ഞില്ലേ തമ്പുരാൻ, ഈ ഒന്നും അറിയില്ല. പണമോ സമ്മാനങ്ങളോ മോഹിച്ച് വെറുതെ വന്ന് കയറുന്നതാണ്. കുമാരൻ്റേത് സുഖപ്പെടുത്താനാവാത്ത തരത്തിലുള്ള വിഷബാധയാണെന്ന് കൊട്ടാരം വൈദ്യം പറഞ്ഞതല്ലേ? ദേ കണ്ടില്ലേ, കുമാരന്റെ ദേഹമാസകലം നീല നിറമായി കഴിഞ്ഞു. നല്ല വൈദഗ്ധ്യവും അറിവുള്ള ഏതെങ്കിലും വൈദ്യരെ കാണിക്കാതെ ഈ ഊരുതണ്ടിയുടെ വാക്ക് വിശ്വസിച്ച് പന്തള രാജ്യത്തിന്റെ രാജകുമാരനെ വെച്ച് ഒരു പരീക്ഷണം നടത്തണോ തമ്പുരാനെ? മന്ത്രിമുഖ്യന് അത്ര എതിർപ്പാണെങ്കിൽ നാം കുമാരന് ഔഷധമൊന്നും നൽകുന്നില്ല. ഈ കൊട്ടാരത്തിൽ നിന്ന് നമുക്കല്പം കുടിനീർ നൽകാമോ? കുടിനീർ കൊണ്ടുവരൂ. മണികണ്ഠകുമാരനെക്കുറിച്ചുള്ള മന്ത്രിമുഖ്യന്റെ ഉത്കണ്ഠയും ശ്രദ്ധയും പ്രശംസനീയം തന്നെ. ഇതുപോലൊരു മന്ത്രിയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് സ്വാമി. രാജഭരണ ഭാരത്തിന്റെ ഏറിയ കൂറും മന്ത്രിമുഖ്യൻ തന്നെയാണ് നോക്കുന്നത്. വേണ്ടി വന്നാൽ മുഴുവനായി നോക്കാനും മന്ത്രിമുഖ്യൻ പ്രാപ്തനാണ് തിരുമനസ്സേ. അതിലൊരനിഷ്ടവും അദ്ദേഹത്തിനുണ്ടാവില്ല, അല്ലേ മന്ത്രിമുഖ്യ? എല്ലാം മഹാരാജാവിന്റെ ഇച്ഛ പോലെ. സ്വാമി, കൊട്ടാരം വൈദ്യൻ കൈയൊഴിഞ്ഞതാണ് മണികണ്ഠകുമാരനെ. മന്ത്രിമുഖ്യന്റെ ഉത്കണ്ഠ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലും അത് കാര്യമാക്കാതെ എന്തെങ്കിലും ഔഷധം നൽകി എന്റെ കുമാരനെ രക്ഷിച്ചാലും സ്വാമി. അല്പം ക്ഷമിക്കൂ തമ്പുരാട്ടി, കുമാരൻ ഒന്നും സംഭവിക്കില്ല. സമാധാനമായിരുന്നാൽ. സ്വാമി, ആ, ജലം. ഇതിലേക്ക് പകരും.
ഈ ജലം കുമാരന് നൽകുന്നതിൽ വിരോധമുണ്ടോ മന്ത്രിമുഖ്യ? നൽകിക്കോളൂ സ്വാമി. ഭയപ്പെടാനൊന്നുമില്ല. ശ്രീ പരമേശ്വരനെയും ശ്രീ മഹാവിഷ്ണുവിനെയും കാലങ്ങളോളം മനമൊരുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിട്ടിയതാണ് ഈ പൊന്നു കുമാരന്. കുമാരനെ ഒരാപത്തും കൂടാതെ തിരിച്ചു തന്നതിന് അങ്ങേക്ക് കോടി കോടി പ്രണാമം. മാതാവേ, നമുക്ക് വിശക്കുന്നു. ഭക്ഷിക്കാൻ എന്തെങ്കിലും തരൂ. കുമാരന് പാൽക്കഞ്ഞി നൽകൂ. ഇനിയൊന്നും ഭയക്കാനില്ല. കുമാരന്റെ അസുഖം പൂർണ്ണമായി ഭേദമായി കഴിഞ്ഞു. ചെല്ലു. വരൂ കുമാര. നന്ദിയുണ്ട് സ്വാമി. ഭഗവാൻ ശ്രീ പരമേശ്വരൻ അയച്ചതുപോലെ അങ്ങ് കൃത്യസമയത്ത് ഇവിടെ എത്തി നമ്മുടെ പൊന്നോമനെ തിരിച്ചു തന്നതിന്. മന്ത്രി, ഈ സന്തോഷം ആഘോഷിക്കേണ്ടതാണ്. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. കൽപ്പന പോലെ. പ്രണാമം മഹാരാജാവേ. പ്രണാമം സ്വാമി. പ്രണാമം മന്ത്രിമുഖ്യ. അങ്ങയുടെ ആതിഥ്യ മര്യാദ അപാരം തന്നെ തമ്പുരാനെ. നമുക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് അങ്ങ് ഒരുക്കിയിരുന്നത്. അങ്ങേക്ക് തൃപ്തിയായോ എന്തോ? ഇദ്ദേഹം ഒരു പഴവും കുറച്ച് പാലും മാത്രമേ സേവിച്ചുള്ളൂ മഹാരാജൻ. നാം എത്ര നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല. എന്തുപറ്റി സ്വാമി? നാം ഒരുക്കിയ വിഭവങ്ങളൊന്നും അങ്ങേക്ക് ഇഷ്ടമായില്ലെന്നുണ്ടോ? ഓ, അതല്ല തമ്പുരാനെ. നാം ഇത് തന്നെ വളരെ അപൂർവമായി ഭക്ഷിക്കാറുള്ളൂ.
കൈലാസനാഥന്റെ ഭക്തനായ അങ്ങയ്ക്ക് വിഷമം വരണ്ട എന്ന് കരുതിയാണ് നാം പാലും പഴവുമെങ്കിലും ഭുജിച്ചത്. ഇനി നാം വിടകൊള്ളട്ടെ തമ്പുരാനെ. സ്വാമി, അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് നമുക്കറിയില്ല. ഭഗവാൻ ഞങ്ങൾക്ക് തന്ന നിധിയാണ് മണികണ്ഠകുമാരൻ. കുമാരൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതായേനെ. കൊട്ടാര വൈദ്യൻ പോലും കൈയൊഴിഞ്ഞ മണികണ്ഠകുമാരനെ ഒരാപത്തും കൂടാതെ ഞങ്ങൾക്ക് തിരികെ തന്നതിന് അങ്ങേക്ക് എന്ത് തന്നാലും മതിയാവില്ല. മനുഷ്യസാധ്യമായ എന്ത് വേണമെങ്കിലും അങ്ങേക്ക് നമ്മോട് ചോദിക്കാം. തീർച്ചയായും നാം അത് നൽകുന്നതാണ്. എല്ലാം ഉപേക്ഷിച്ച് ഉലകം ചുറ്റി നടക്കുന്ന നമുക്കെന്തിനാണ് മഹാരാജൻ സമ്മാനങ്ങൾ? സർവചരാചരങ്ങളും ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ ഈ ലോകത്തൊന്നുമില്ല. എല്ലാം സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് ദുഃഖത്തിന് ഹേതുവാകുന്നത്. സ്ഥാനമാനങ്ങളും അധികാരവും മോഹിച്ച് വിശ്വാസവഞ്ചനയും ദ്രോഹവും ചെയ്ത് അത് നേടുമ്പോൾ അനുഭവിക്കാൻ സാധിക്കാതെ ജീവൻ നഷ്ടപ്പെടുകയോ രോഗാതുരനാവുകയോ ചെയ്താൽ എന്തു പ്രയോജനം? നാം പറഞ്ഞത് സത്യമല്ലേ മന്ത്രിമുഖ്യ? അതെ അതെ, അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. അങ്ങും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനത് എപ്പോഴേ സൂക്ഷിച്ചു, ഇനി മറക്കുകയേയില്ല സ്വാമി. സന്തോഷം. ഇനി ഞാൻ വിട കൊള്ളട്ടെ മഹാരാജൻ. ഒന്നും സ്വീകരിക്കാതെ അങ്ങ് വിട പറയുന്നത് സങ്കടമാണ്. എന്തെങ്കിലും സ്വീകരിക്കാൻ ദയവുണ്ടാകണം. കാവ്യം രുദ്രാക്ഷവും മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. അതും നിർബന്ധമുള്ള കാര്യമല്ല. ഫൽഗുന, തമ്പുരാൻ, കൽപ്പന പോലെ. മണികണ്ഠകുമാരന് ഇനി എന്തെങ്കിലും ഔഷധങ്ങൾ നൽകേണ്ടതുണ്ടോ സ്വാമി? ഒരൗഷധത്തിന്റെ ആവശ്യമില്ല മഹാരാജൻ. മണികണ്ഠകുമാരന്റെ രോഗം പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞു. കുമാരന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് സ്വാമി? കൃത്യമായി അതറിയാൻ വളരെ എളുപ്പമാണ്. മന്ത്രിമുഖ്യൻ നിർബന്ധമാണെങ്കിൽ നാം അത് വെളിവാക്കിത്തരാം. സ്വന്തം അജ്ഞതയുടെ അളവ് അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം
സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ